ദുഷ്യന്ത ദുഷ്യന്ത ദുഷ്യന്തന്റെ തന്ത. നീ പോടാ പോന്ന ദുഷ്യന്ത. ദുഷ്യന്തന്റെ തന്ത. അതെ, നിന്റെ തന്ത തന്നെ. സംശയം വല്ലതുണ്ടോ മോനെ ദുഷ്യന്ത? എന്റെ അച്ചുമാഷെ, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പഴയ രാജാവിന്റെ പേര് വിളിക്കരുതെന്ന്. സർക്കാർ ഗസറ്റ് പ്രകാരം കഴിഞ്ഞ 8 മാസം 9 ദിവസമായിട്ട് എന്റെ പേര് അപ്പുരാജ് എന്നാണ്. ഓഹോ, പിറന്ന 28-ന്റെ അന്ന് ഞാൻ നിനക്കിട്ട പേരാണ് ദുഷ്യന്തനെന്ന്. അന്ന് എനിക്കൊരു കിരീടവും കൂടി വെച്ചു തരായിരുന്നില്ലേ? എന്ത് മറന്നുപോയോ? നീ കിരീടം വെച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് ദുഷ്യന്തൻ തന്നെയാണ്. ഞാൻ ആ പേരെ വിളിക്കൂ. അതിന് വിളി കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഓഹോ, വാശിയിലാണോ മോനെ ദുഷ്യന്ത? ദുഷ്യന്തൻ അച്ഛന്റെ അച്ഛന്റെ മോൻ അല്ലാതാര. ഇവിടെ നിന്നോ ഞാൻ വല്ല കടുങ്കയും ചെയ്തു. ഇത്ര ചെറുപ്പത്തിൽ ജയിലിൽ പോയി എന്നെ കൊണ്ട് വയ്യ. എവിടെ നോന്നു? വല്ല അപ്സരസ് കൊണ്ടുവന്നിട്ടാണോ? അതെ, ഇവിടെ 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 കുറച്ചു മുമ്പ് ഒരു അപ്സരസ് ഇതുവഴി പോയപ്പോ കാക്കൂന്തലിൽ നിന്ന് ഉരിഞ്ഞു വീണതാ. മാഷ് അത് മണത്തോണ്ടി പിടിക്കുന്നു. എന്തൊരു സുഗന്ധം! കാമദേവന്റെ ഈ മലരമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു? മണം, അതേ നിറം. കാമദേവന്റെ മലരമ്പിന്റെ ഉറവിടം ഇത് തന്നെ. അടങ്ങിയിരിക്കുന്നേ കിളിയാവണമെന്ന് കൊച്ചു പിള്ളേരെ പോലെ. രാവുണ്ണിയുടെ സ്വരം തന്നെ. 10 വയസ്സ് കഴിഞ്ഞിട്ടും ലജ്ജയില്ലേ ഇയാൾക്ക്? കേട്ടിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ഈശ്വര, സാക്ഷാൽ കാമദേവന്റെ പണി തന്നെ. മതി 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 എന്ന് പറഞ്ഞില്ലേ? അയ്യോ, ആരെങ്കിലും വിളിച്ച് തല്ലിക്കൊല്ലാൻ പറയൂ. താനാ പയറുപൊടി കഴിയിട്ട് വരൂ. ഒരു കാര്യം പറയാനുണ്ട്. അല്ല മാഷെ, മാഷ എങ്ങനെ കുളിമുറിയിലൂടെ എത്തിയത്? എത്തിയതല്ല, എത്തിപ്പോയതാ. അയ്യോ സരോജിനി, ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നോ. രാവുണ്ണി, തനിക്ക് തോന്നുന്നുണ്ടോ അത്തരം ഒരു ബ്ലേക്സ്മായ പ്രവൃത്തി ഞാൻ കാണിക്കുമെന്ന്? ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എടോ, ഇതിനൊറ്റ മരുന്നേ ഉള്ളൂ, കല്യാണം. എന്റെ ദേവയ്ക്ക് മരിക്കുമ്പോ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ, ഈ ജന്മത്തിൽ ഇനി മറ്റൊരു കല്യാണം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതിലും ഭേദം ആ വാക്ക് തെറ്റിക്കുന്നതാ. സരോജിനി, മാന്യനായ ഒരു പ്രധാന അധ്യാപകനാണ് ഞാൻ. സംസ്കാരത്തോടെ സംസാരിക്കൂ. ഞാൻ മുല്ലപ്പൂ നോക്കി. ഈ വയസ്സാം കാലത്ത് മാഷൊക്കെ എന്തിനാ ഇനിയിപ്പൊ മുല്ലപ്പൂ? എന്താ മാഷെ, പുതിയ ടീച്ചർമാരായിട്ട് വല്ല 2ാം പാഠം തുടങ്ങിയോ? എന്റെ രാവുണ്ണി, അതൊന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്റെ മകൻ ദുഷ്യന്തന്റെ മുറിയിൽ പുഷ്പവൃഷ്ടി. പുഷ്പവൃഷ്ടി? പുഷ്പവൃഷ്ടി. എന്റെ മകന്റെ മുറിയിൽ കണ്ട മുല്ലപ്പൂവിന്റെ ഉറവിടം തേടി ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. എന്ത് സത്യം? ആ മുല്ലപ്പൂവിന്റെ ഉറവിടം ഇവിടം തന്നെയാണെന്ന്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആന്തരാർത്ഥം രാവുണ്ണിക്കും സരോജനിക്കും പിടികിട്ടിയോ? പിടികിട്ടോ പിടികിട്ടാണ്ടിരിക്കോ എന്തെങ്കിലും ആവട്ടെ, മാഷ് വേഗം സ്കൂളിലേക്ക് പോവാൻ നോക്ക്. പിന്നെ പോണ വഴിക്ക് വിഷവൈദ്യനൊന്ന് കണ്ടേക്ക്. ആകെ അങ്ങോട്ടൊരു നീല നിറായിട്ടുണ്ടല്ലോ.